പ്രിയമുള്ളവരെയും, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ, വിശ്വാസം നമുക്ക് ലഭിച്ചതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉള്ളൊരു വിശ്വാസമല്ല, ആരെങ്കിലും ഉള്ള ഒരു വിശ്വാസമല്ല, ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ്, സർവശക്തനിലുള്ള വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന ഓരോ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശ്വാസിയെയും കാണുമ്പോൾ പരസ്പരം അഭിവാദനം ചെയ്യുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഒരു വിശ്വാസി മറ്റുള്ളവനിൽ ഈശോയെ കാണുന്നു. ഒന്നുകൊണ്ടും നമ്മൾ അതിൽ കുറഞ്ഞ് ചിന്തിക്കരുത്. നമ്മളിൽ ക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എപ്പോഴും പറയുന്നത്, ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് ഭാഗികമായിട്ടല്ല, മുഴുവനായിട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ്. ഇത്രയും പാപിയും ബലഹീനരുമായ നമ്മളിൽ ഇത്ര വിശുദ്ധനും സർവാധിപതിയുമായ ദൈവം വസിക്കുന്നുണ്ടോ? അതാണ് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് പഠിക്കുക എന്നത്. അവൻ മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നിക്കോദേമോസ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുത്തൊരു രാത്രി വന്നിട്ട് പറഞ്ഞു. അപ്പോൾ നിക്കോദേമോസ് ഇസ്രായേലിലെ ഗുരുവാണ്, ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതനാണ്. നിക്കോദേമോസ് പറയാണ്, അങ്ങ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഗുരുവാണ്. യു ആർ എ ടീച്ചർ കമ്മിങ് ഫ്രം ഗാഡ്. കാരണം അങ്ങ് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ആരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് പഠിപ്പിക്കുന്നത് ദൈവം പഠിപ്പിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, അതാണ് സത്യം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തെ അവസാനത്തിൽ 28-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനത്തിൽ പറയുന്നത്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കൂ. നമ്മുടെ യേശു ആരാണ്? സർവാധിപനാം കർത്താവാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും. ആ അധികാരത്തിൽ നിന്ന് വരുന്ന പല പ്രവൃത്തികളിൽ ഉണ്ട്. അതിലൊന്നാണ് ഞാൻ പഠിപ്പിച്ച പോലെ നിങ്ങൾ പഠിപ്പിക്കാൻ എന്ന് പറയുന്നത്. ആ അധികാരത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷ വേല ആരംഭിക്കുന്നത്. ആകയാൽ 19-ാമത്തെ വചനം, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. മേക്ക് ഡിസൈപ്പിൾ, ശിക്ഷപ്പെടുത്തുവിൻ. എന്താണ് ശിക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അതിൻ്റെ പ്രധാന കാര്യം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അതുകൊണ്ട് മാത്രമായില്ല ശിക്ഷപ്പെടുത്തൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ആ മെഴുകുതിരി കത്തിച്ച് നമ്മുടെ കയ്യിൽ തന്നു. ഈശോയാകുന്ന പ്രകാശത്തിൽ നിന്ന്
മെഴുകുതിരി കത്തിച്ച് നമുക്ക് തന്നിട്ട് പറയുകയാണ്, എന്നെ ജ്ഞാനസ്നാനം നൽകിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കാണും, എൻ്റെ പേര് തോമസ് പോൾ എന്നാണ്. ഓക്കെ, തോമസ് പോളെ, നീ ഇന്നു മുതൽ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ തിരി ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ആ കത്തിയ തിരിയാണ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ കത്തിയ തിരി ഒരിക്കലും കെടുകയില്ല. സ്നേഹമുള്ളവരെ, ആ കത്തിയ തിരി യേശു തന്നെയാകുന്ന പ്രകാശമാണ്. അപ്പോൾ എന്താണ് ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ചത്? മറ്റൊരേശുവായി എന്നെ മാറ്റുകയാണ് ചെയ്തത്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മറ്റൊരേശുവായി മാറിയിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ, ഗലാത്യ ലേഖനത്തിൽ 3:27 പറയുന്നത്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചവൻ യേശുവിനെ ധരിച്ചിരിക്കുന്നു. All who have been baptized into Christ have put on Christ. Have put on Christ. യേശുവിനെ ധരിച്ചിരിക്കുന്നു. അവൻ മറ്റൊരു യേശുവാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ വ്യക്തി ഇനി എന്താണ് അവനിൽ ഉണ്ടാകേണ്ടത്? ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇവിടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ മോശ പഠിപ്പിച്ചത് പഠിപ്പിക്കാനല്ല അവിടെ പറയുന്നത്. ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചത് പഠിപ്പിക്കാനല്ല അവിടെ പറയുന്നത്. അവിടെ ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് ആരാണ്? സർവാധിപനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഈശോ മിശിഹ. ആ ഈശോ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്നതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം. അത് യോഹന്നാൻ നൽകിയ സ്നാനം പോലെ അല്ല. യോഹന്നാൻ പശ്ചാത്താപത്തിനായി ജലം കൊണ്ട് സ്നാനം നൽകി. അപ്പോൾ തന്നെ യോഹന്നാൻ പറഞ്ഞു, ഈ സ്നാനമല്ല പ്രധാനം, എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളുടെ പാപങ്ങൾ, അവിടെ എഴുതാത്തൊരു കാര്യമാണ്, അവൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. കണ്ടോ, അവൻ എന്ത് ചെയ്യും? ഞാൻ വന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ളൊരു പശ്ചാത്താപം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള ജ്ഞാനസ്നാനമാണ്. അവൻ വന്നിട്ട് നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് മരിച്ച് ഉയർപ്പിച്ച് ആ ഉയർപ്പിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ മാനുഷികമായി ജനിച്ച മാതാപിതാക്കളുടെ ബയോളജിക്കലായിട്ട് ജനിച്ച ആ കുഞ്ഞ് ജ്ഞാനസ്നാനത്തിലൂടെ ദൈവ കുഞ്ഞായി മാറുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിച്ച അപ്പവും വീഞ്ഞും ഈ കുദാശയിലൂടെ യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു പൂർണ്ണമായ രൂപാന്തരീകരണമാണ് ഈശോ നമുക്ക് നൽകുന്നത്. അതാണ് പൗലോസ്ലീഹ പലപ്പോഴും പറയാറുള്ളത്, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. പൗലോസ്ലീഹയുടെ സ്വന്തം അനുഭവം തന്നെയാണ്. വലിയൊരു ഫരിസേയ പ്രമാണിയായ പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഡമാസ്കസിലേക്ക് നീങ്ങുമ്പോൾ വഴിമധ്യേ യേശുവിൻ്റെ ശക്തി പൗലോസിനെ, സാവൂളിനെ സ്പർശിച്ചു. സാവൂൾ ഇതാ മറ്റൊരു സൃഷ്ടിയായി മാറി. 3 ദിവസം കൊണ്ട് സാവൂളിലെ വെള്ളം വീഞ്ഞായി. സാവൂൾ രൂപാന്തരപ്പെട്ടു. ഡമാസ്കസിൽ തന്നെ ചെന്നിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയല്ല ചെയ്തത്, നേരെ മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് സിനഗോഗിൽ വെച്ച് തന്നെ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചത്. ആ സിനഗോഗിൽ പൗലോസ് ധൈര്യമായിട്ട് പറയുകയാണ്,
യേശു സത്യമായും ദൈവപുത്രൻ തന്നെയാണ്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ദൈവപുത്രൻ തന്നെയാണെന്ന് അവരോട് തന്നെ പ്രഘോഷിക്കാൻ തുടങ്ങി. എവിടെ നീ ധൈര്യം ഉണ്ടായി? പൗലോസ് വെള്ളം വീഞ്ഞായി രൂപാന്തരീകരിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെയും യേശുവിലുള്ള വിശ്വാസത്തിലൂടെയും വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും കൂദാശകളിലൂടെയും ഇതുപോലെ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നമുക്കറിയില്ല, നമുക്കിപ്പോഴും അറിയില്ല, നമുക്കിപ്പോഴും പൂർണ്ണമായിട്ട് അറിയില്ല. ആ അറിവിൻ്റെ അനുഭവമാണ് രോഗശാന്തി. ഈ രോഗശാന്തി കിട്ടുന്നത് ഒരു ഫരിസേയനും രോഗശാന്തി തന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾക്ക് പ്രാർത്ഥിക്കണം. ഓ ഈശോയെ, ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഴയ പ്രവൃത്തികളെല്ലാത്തിൽ നിന്നും എന്നെ മാറ്റി എന്നെ യേശുവിൻ്റെ മഹത്വത്തിൻ്റെ മകനായി മാറ്റണമേ. ഓ ഈശോയെ, നന്ദി ഈശോയെ. നമുക്ക് ഉടനെ തന്നെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. വിണ്ണിൽ നിന്നു സമാഗതനായൊരു ദൈവകുമാരനിതാ, നിത്യമനോഹര ദൈവിക ജീവൻ നൽകുമോരപ്പമിതാ, നൽകുമോരപ്പമിതാ. ഈശോയേ, 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 ഈശോയേ ആരാധന. ഈശോയേ, 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 ഈശോയേ ആരാധന. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവ്വപ്രധാനം. ഈശോ നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും മറ്റൊരു ഈശോ ആക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ഈശോ. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് ആ കൃപാവരം, ആ പ്രകാശം പൂർണ്ണമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ കൃപാവരം മാത്രമല്ല, കൃപയുടെ ദാതാവായ ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെയും നമ്മൾ കേട്ടു, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്: അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു.
നമുക്ക് കരങ്ങൾ ഉയർത്തിയായി ഈശോയെ സ്തുതിക്കാം. സ്തുതിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എല്ലാവരും ശബ്ദമുയർത്തി ആഹ്ലാദത്തോടെ സ്തുതിച്ചുകൊണ്ട്, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ലോകം മുഴുവനും എല്ലാവരിലും ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലുമുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകുന്നു എന്നതിന്റെ അർത്ഥം ഇതാണ്. നമ്മിലുള്ള പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറട്ടെ. പുതിയ മനുഷ്യൻ പഴയ മനുഷ്യനെ അതിന്റെ ചെയ്തികളോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശു കുരിശിൽ തറച്ചതിലൂടെ, യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടതിലൂടെ മനുഷ്യവർഗത്തിന്റെ, നമ്മൾ ഓരോരുത്തരുടെയും പാപം മൂലം കലുഷിതമായ പഴയ മനുഷ്യനെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ പാപത്തെ കുരിശിൽ തറച്ചു, നിയമത്തെ കുരിശിൽ തറച്ചു. ഇനി ഇതാ ആ മരിച്ച ശരീരത്തിൽ നിന്നും ഒരു പുതിയ ശരീരം ഉയർത്തു വരുന്നു. ആ പുതിയ ശരീരമാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മിലേക്ക് വരുന്നത്. പാപമില്ലാത്ത, വിശുദ്ധി മാത്രമായ, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ എമ്പുരാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാൻ അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വരുവിൻ, ആ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്ക് ഒരടയാളമായി, അനുഭവമായി നൽകാനാണ് കാനായിലെ കല്യാണത്തിന് വെള്ളം എന്ന സൃഷ്ടിയെ ഈശോ രൂപാന്തരീകരിച്ച്, സത്ത രൂപാന്തരീകരിച്ച് വീഞ്ഞ് എന്ന പുതിയ സൃഷ്ടിയാക്കിയതുപോലെ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞിൻ്റെയും സത്ത രൂപാന്തരീകരിച്ച് യേശുവിൻ്റെ ശരീരവും രക്തമാക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരിലുമുള്ള നമ്മുടെ പാപാവസ്ഥയും രോഗാവസ്ഥയും വേദനകളും എല്ലാം ഈശോ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ജീവാവസ്ഥ, നമ്മൾക്ക് നിത്യജീവാവസ്ഥ നൽകുന്നു. നമുക്ക് ആർപ്പുവിളികളോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സൗഖ്യം നമ്മൾ ഓരോരുത്തരിലേക്കും പടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ ജീവൻ, പുതുജീവൻ പകരണമേ. യേശു ക്രിസ്തു ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു. ഞങ്ങളെല്ലാവരിലും ജീവിക്കുന്നു. ഉദാശകളിലൂടെ ജീവിക്കുന്നു, വചനത്തിലൂടെ ജീവിക്കുന്നു, ആത്മാവിലൂടെ ജീവിക്കുന്നു. സ്നേഹം തന്നെ യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ പാപവും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ദൂഷ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കട്ടെ, പ്രകാശമുണ്ടാകട്ടെ, 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 പ്രകാശമുണ്ടാകട്ടെ. പ്രകാശമുണ്ടാകുമ്പോൾ അന്ധകാരമാകുന്നു എന്ന് മാത്രമല്ല, യേശുവിന്റെ ജീവൻ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും തുടിക്കട്ടെ. റബക്കീരിയ. എല്ലാ രോഗങ്ങളും അകറ്റുന്ന, എല്ലാ രോഗങ്ങളും അകറ്റുന്ന യേശുവിന്റെ ജീവൻ നമ്മളിൽ തുടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ രോഗങ്ങളും, മരുന്നുകൊണ്ട് മാറാത്ത രോഗങ്ങൾ, ഒരു മരുന്നുമില്ലാത്ത രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും യേശുവാണ് നമ്മുടെ മരുന്നും വൈദ്യനും. യേശുവിന്റെ വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. മരുന്നോ ലേപനമോ അല്ല. എന്റെ വചനം, യേശുവിന്റെ വചനം യേശു തന്നെയാണ്. യേശുവിന്റെ വചനം യേശു തന്നെയാണ്. ജീവനും ആത്മാവാകുന്ന യേശുവേ, ഒരിക്കൽ കൂടി നമുക്ക് എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാറാ രോഗങ്ങൾ മാറട്ടെ, മാറാ രോഗങ്ങൾ, ഔഷധമില്ലാത്ത രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, ഒരു ഡോക്ടറേക്കാൾ തിരിച്ചറിയാത്ത രോഗങ്ങൾ, ഡോക്ടർമാർ മടക്കിയ രോഗങ്ങൾ, ആശുപത്രിയിൽ നിന്ന് മടക്കിയ രോഗങ്ങൾ, ആശുപത്രിയിൽ നിന്ന് മടക്കിയ രോഗങ്ങൾ, അല്ലമാ ആശുപത്രിയിൽ നിന്ന് മടക്കിയ രോഗികളെ യേശുവേ, 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 പുതിയ സൃഷ്ടിയാക്കണമേ, പുതിയ സൃഷ്ടിയാക്കണമേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞ് അങ്ങ് ഞങ്ങൾ രൂപാന്തരീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെയും ഈശോ നമ്മളിലേക്ക് ചൊരിയുന്ന ഈ കൃപാവരം വിശ്വാസികളായ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാവുന്നതാണ്. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയിലൂടെ ഈ കൃപ, ഈ പുതുജീവന്റെ അവസ്ഥ, ഈ പുനരുജ്ജീവന അവസ്ഥ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പുതിയ സൃഷ്ടിയാവുന്നതാണ് സർവപ്രധാനം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരെയും പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയാണ് അങ്ങ് വന്നിരിക്കുന്നത്. പുതിയ സൃഷ്ടിയാക്കണമേ. ആത്മാവിനാലും ജലത്താലും പുതിയ സൃഷ്ടിയാകുന്നതാണ് സർവപ്രധാനം. ആത്മാവിനാലും ജലത്താലും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിലൂടെ ഓരോരുത്തരിലും പുതിയ സൃഷ്ടിയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവജലത്തിന്റെ അരുവിയായി ഞങ്ങളിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. ജീവജലത്തിന്റെ അരുവി ഞങ്ങളിൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടാം. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പുതിയ സൃഷ്ടിയാക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനിലേക്കും ഒഴുകട്ടെ എന്ന് ആർപ്പുവിളികളോടെ ശബ്ദമുയർത്തി നമുക്ക് പ്രാർത്ഥിച്ച് പാടാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞ് ലോകം മുഴുവൻ ഒഴുകട്ടെ. അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി എല്ലാ മേഖലയിലുള്ളവരും, എല്ലാ കുടുംബങ്ങളിലുള്ളവരും, എല്ലാ യുവതി യുവാക്കളും, എല്ലാ മാതാപിതാക്കളും, എല്ലാ കുഞ്ഞു കുട്ടികളും, എല്ലാ യുവതി യുവാക്കളും, എല്ലാ ജാതി മതസ്ഥരും ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. എല്ലാവരെയും പുതിയ സൃഷ്ടിയാക്കുന്ന പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ. എല്ലാ വൈദികരിലും പടരണമേ, എല്ലാ വൈദികരിലും ജ്വലിക്കണമേ, എല്ലാ സന്യസ്തരിലും ജ്വലിക്കണമേ, എല്ലാ വചന പ്രഘോഷകരിലും ജ്വലിക്കണമേ. എല്ലാ മാധ്യമങ്ങളിലും പടരട്ടെ. എല്ലാ മാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്നവരുടെ മാധ്യമ പ്രവർത്തകരുടെ ഹൃദയം, മാധ്യമ പ്രവർത്തകരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തട്ടെ. മാധ്യമ പ്രവർത്തകരുടെ, സിനിമാ ആർട്ടിസ്റ്റുമാരുടെ, സിനിമാ പ്രൊഡ്യൂസേഴ്സിന്റെ, സിനിമാ ഡയറക്ടർമാരുടെ, ടെലിവിഷൻ ഡയറക്ടർമാരുടെ, ടെലിവിഷൻ പ്രൊഡ്യൂസർമാരുടെ എല്ലാ ഹൃദയവും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാധ്യമത്തിലൂടെ എല്ലാ മാധ്യമങ്ങളും ദൈവരാജ്യത്തിനായി തുറക്കട്ടെ. എല്ലാ ചാനലുകളും, എല്ലാ സാറ്റലൈറ്റുകളും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിനായി തുറക്കട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. ഹല്ലേലൂയ. യെശയ്യാ 11-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്: സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും
കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. വരുവിൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയട്ടെ. കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ഭൂമി മുഴുവനും എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, രാഷ്ട്രീയ നേതാക്കളും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും കർത്താവിനെ കുറിച്ചുള്ള, എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരെ, എല്ലാ പ്രസിഡന്റുമാരും, എല്ലാ പ്രൈം മിനിസ്റ്റർമാരും, എല്ലാ രാജാക്കന്മാരും, എല്ലാ പ്രസിഡന്റുമാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും വിശ്വസിക്കുക, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ആമേൻ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ